നമസ്കാരം. പ്രധാന വാർത്തകൾ. അഭിഭാഷകരും മാധ്യമപ്രവർത്തകരും തമ്മിലുണ്ടായ തർക്കത്തെ തുടർന്ന് അടച്ച ഹൈക്കോടതിയിലെ മീഡിയ റൂം തുറന്നാൽ പ്രശ്നങ്ങൾ രൂക്ഷമാകുമെന്ന് ഹൈക്കോടതി രജിസ്ട്രാർ സുപ്രീം കോടതിയെ അറിയിച്ചു. ശബരിമലയിൽ സ്ത്രീ പ്രവേശനം ആകാമെന്ന് സംസ്ഥാന സർക്കാർ നിലപാട് മാറ്റുന്നത് ശരിയല്ലെന്നും സർക്കാരുകൾ മാറുന്നതിനനുസരിച്ച് നിലപാട് മാറ്റുന്നത് നിയമത്തിനെതിരാണെന്നും ദേവസ്വം ബോർഡ്. ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് പത്തനംതിട്ട ജില്ലാ അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഹരിത വിദ്യാലയം പദ്ധതിയുടെ ഉദ്ഘാടനം റാന്നി PC ഹൈസ്കൂളിൽ നടന്നു. അങ്ങാടി ഗ്രാമപഞ്ചായത്ത് 5-ാം വാർഡ് പള്ളിപ്പടി ചെറുകത്തറ റോഡ് ജനശ്രീയുടെ നേതൃത്വത്തിൽ പുനരുദ്ധരിച്ചു. വാർത്തകൾ വിശദമായി. അഭിഭാഷകരും മാധ്യമപ്രവർത്തകരും തമ്മിലുണ്ടായ തർക്കത്തെ തുടർന്ന് അടച്ച ഹൈക്കോടതിയിലെ മീഡിയ റൂം തുറന്നാൽ പ്രശ്നങ്ങൾ രൂക്ഷമാകുമെന്ന് ഹൈക്കോടതി രജിസ്ട്രാർ സുപ്രീം കോടതിയെ അറിയിച്ചു. കോടതികളിലുള്ള മാധ്യമ വിലക്കിനെതിരെ കേരള പത്രപ്രവർത്തക യൂണിയൻ നൽകിയ ഹർജി പരിഗണിക്കവെയാണ് ഹൈക്കോടതി ഇക്കാര്യം സുപ്രീം കോടതിയെ അറിയിച്ചത്. തർക്കം തീർക്കുവാൻ ഹൈക്കോടതി സുപ്രീം കോടതിയോട് വീണ്ടും സമയം ചോദിച്ചു. ഈ മാസം 21-ന് കേസ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് പരിഗണിക്കുന്നുണ്ടെന്നും പ്രശ്നപരിഹാരത്തിനായി അതുവരെ സമയം നീട്ടി നൽകണം എന്നുമാണ് ഹൈക്കോടതി ആവശ്യപ്പെട്ടത്. ആവശ്യം സുപ്രീം കോടതി അംഗീകരിച്ചു. കേരള ഹൈക്കോടതിയിലും ജില്ലാ കോടതികളിലും ഉണ്ടായത് ചെറിയ പ്രശ്നങ്ങളാണെന്നും ഹൈക്കോടതിയിൽ തന്നെ പ്രശ്നം പരിഹരിക്കാവുന്നതാണെന്നും ബാർ അസോസിയേഷൻ അറിയിച്ചു. എന്നാൽ ഇത് സുപ്രീം കോടതി അംഗീകരിച്ചില്ല. മുതിർന്ന അഭിഭാഷകർ ഇടപെട്ട് പ്രശ്നം പരിഹരിച്ചുകൂടെയെന്നും സുപ്രീം കോടതി അഭിപ്രായപ്പെട്ടു. വടക്കാഞ്ചേരി പീഡനക്കേസ് ഇരയുടെ പേര് വെളിപ്പെടുത്തിയ തൃശൂർ ജില്ലാ സെക്രട്ടറി K. രാധാകൃഷ്ണൻ മാപ്പ് പറയണമെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം വൃന്ദ കാരാട്ട്. കേസ് ഒതുക്കാൻ CPM-കാർ സഹായിച്ചിട്ടുണ്ടെങ്കിൽ നടപടി ആവശ്യപ്പെടും. ഇരയുടെ പേര് പരസ്യപ്പെടുത്തരുതെന്നാണ് CPM നിലപാട്. പേര് വെളിപ്പെടുത്തിയ നടപടി തെറ്റാണ്. അത് അംഗീകരിക്കാനാവില്ല. ഇത്തരം തെറ്റ് ചെയ്യുന്നവരെ പാർട്ടി സംരക്ഷിക്കില്ലെന്നും വൃന്ദ കാരാട്ട് വെളിപ്പെടുത്തി. പീഡനക്കേസിൽ ആരോപണ വിധേയനായ ജയന്തനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത വിവരം മാധ്യമങ്ങളെ അറിയിക്കുമ്പോഴാണ് മുൻ സ്പീക്കർ കൂടിയായ രാധാകൃഷ്ണൻ ഇരയുടെയും അവരുടെ ഭർത്താവിന്റെയും പേര് പരസ്യമാക്കിയത്. ആരോപണം നേരിടുന്ന ജയന്തന്റെ പേര് പറയാമെങ്കിൽ അത് ഉന്നയിച്ചവരുടെ പേര് പറയുന്നതിൽ എന്താണ് കുഴപ്പമെന്നായിരുന്നു രാധാകൃഷ്ണന്റെ നിലപാട്. സമഗ്ര വികസനത്തിൽ 1-ാം സ്ഥാനം കേരളത്തിനെന്ന് ദേശീയ സർവേ. ആരോഗ്യം, ക്രമസമാധാനം, പരിസ്ഥിതി മേഖലകളിൽ കേരളത്തിന് മുന്നേറ്റം. ഇന്ത്യയിലെ മികച്ച സംസ്ഥാനമെന്ന നേട്ടം വീണ്ടും കേരളം സ്വന്തമാക്കി. സമഗ്ര വികസനത്തിൽ രാജ്യത്തെ ഏറ്റവും മികച്ച സംസ്ഥാനമെന്ന നേട്ടമാണ് ഇത്തവണ കേരളത്തിന് തേടിയെത്തിയിട്ടുള്ളത്. ഇന്ത്യ ടുഡേ വാരികയുടെ ദേശീയ സർവേ റിപ്പോർട്ടിലാണ് കേരളത്തിനെ മികച്ച സംസ്ഥാനമായി തെരഞ്ഞെടുത്തത്. ആരോഗ്യം, ക്രമസമാധാനം, പരിസ്ഥിതി എന്നീ മേഖലകളിൽ നടന്ന സർവേ പ്രകാരം പ്രസ്തുത മേഖലകളിൽ കേരളം 1-ാം സ്ഥാനത്ത് തന്നെ. അതേസമയം വിദ്യാഭ്യാസ മേഖലയിൽ കേരളം 2-ാം സ്ഥാനത്തും കൃഷിയിൽ 3-ാം സ്ഥാനത്തുമാണ്. മികച്ച സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ തമിഴ്നാട് 2-ാം സ്ഥാനവും ആന്ധ്രാപ്രദേശ് 3-ാം സ്ഥാനത്തുമെത്തി. 10 മേഖലകളെയാണ് മികച്ച സംസ്ഥാനമായി കണ്ടെത്തുന്നതിനായി സർവേയിൽ പരിഗണിച്ചിരുന്നത്. എന്നാൽ വികസനത്തിന്റെ മാതൃക എന്ന തരത്തിൽ ഉയർത്തി കാണിച്ചിരിക്കുന്ന ഗുജറാത്തിന് പട്ടികയിലെ ആദ്യത്തെ 5 സ്ഥാനങ്ങളിൽ ഒന്നിൽ പോലും ഇടം പിടിക്കാൻ ആയിട്ടില്ല. 2014-ൽ 3-ാം സ്ഥാനത്തായിരുന്നു കേരളത്തിന്റെ സ്ഥാനം. വലിയ സംസ്ഥാനങ്ങളെയും ചെറിയ സംസ്ഥാനങ്ങളെയും രണ്ടായി തിരിച്ചാണ് സർവേ തയ്യാറാക്കിയിട്ടുള്ളത്. ചെറിയ സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ 1-ാമത് ഗോവയും 2-3 സ്ഥാനങ്ങളിൽ പുതുച്ചേരിയും ഡൽഹിയുമാണ്. ഇനിയൊരു ഇടവേള. നിങ്ങൾ ആഗ്രഹിക്കും പോലെ ചിത്രങ്ങൾ മനോഹരമാക്കുവാൻ വിൽസൺ ഡിജിറ്റൽ സ്റ്റുഡിയോ. മോഡലിംഗ് ഫോട്ടോകൾക്ക് ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ ഫോട്ടോഗ്രാഫിക്ക് സമീപിക്കുക വിൽസൺ ഡിജിറ്റൽ സ്റ്റുഡിയോ. കപ്പുകളിൽ ചിത്രങ്ങൾ പ്രിന്റ് ചെയ്യുവാനും വിവിധതരം ഫ്രെയിമുകളിലാക്കാനും ചിത്രങ്ങൾ വിവിധ ടൈലുകളിൽ ആലേഖനം ചെയ്യുവാനും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രങ്ങൾ തനിമ ഒട്ടും മായാതെ കളറാക്കുവാനും വിവിധതരം ലാമിനേഷനുകൾ, മൊമെന്റോ വർക്കുകൾ എന്നിവയ്ക്കും കൃത്യതയാർന്ന സേവനം, ഉയർന്ന ഗുണനിലവാരം, സ്നേഹാദര സൗഹൃദ സമീപനം. വിൽസൺ ഡിജിറ്റൽ സ്റ്റുഡിയോ. വീഡിയോഗ്രാഫിയിൽ ആധുനികതയിൽ നിന്നും ആധുനികതയിലേക്ക് കുതിക്കുന്ന വിൽസൺ വീഡിയോഗ്രാഫിയുടെ ഹൈടെക് വെഡിംഗ് വർക്കുകൾ ലൈവ് ടെലികാസ്റ്റിംഗ് രംഗത്തും മികച്ച സേവനം ഉറപ്പു നൽകുന്നു. വിൽസൺ ഡിജിറ്റൽ സ്റ്റുഡിയോ, വലിയ പാലത്തിന് സമീപം, റാന്നി. വാർത്തകൾ തുടരുന്നു. അമേരിക്കയിൽ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ ചൊവ്വാഴ്ച. തെരഞ്ഞെടുപ്പ് വാർത്ത തത്സമയം റാന്നിയിലെത്തിക്കുവാൻ സിറ്റി ടിവിയുടെ അമേരിക്കൻ മാധ്യമ സന്നാഹം. ലോകം ഉറ്റുനോക്കുന്ന US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ചൊവ്വാഴ്ച. ഭീകരാക്രമണ ഭീഷണി ഉയരുമ്പോൾ അമേരിക്ക കനത്ത പോലീസ് കാവലിൽ. റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപും അമേരിക്കൻ ചരിത്രത്തിലെ ആദ്യ വനിതാ കാൻഡിഡേറ്റ് ഹിലരി ക്ലിന്റണും ഇഞ്ചോടിഞ്ചും മത്സരിക്കുമ്പോൾ തത്സമയം തെരഞ്ഞെടുപ്പ് വാർത്തകൾ മലയോര നാടിന്റെ മഹാറാണിയായ റാന്നിയിലെത്തിക്കുവാൻ
സിറ്റി ടിവിയുടെ മാധ്യമപട അമേരിക്കയിൽ തയ്യാറെടുത്തു കഴിഞ്ഞു. ഫ്ലോറിഡയിൽ നിന്നും തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ എത്തിക്കുവാൻ സിറ്റി ടിവി മാനേജിംഗ് ഡയറക്ടർ എബി തോമസ്. ലോകരാഷ്ട്രങ്ങൾ സസൂക്ഷ്മം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന്റെ തത്സമയ സംപ്രേഷണം സിറ്റി ടിവിയിൽ ഉണ്ടായിരിക്കുന്നതാണ്. ഹാർട്ട്ഫോർഡ്, കണക്റ്റിക്കട്ടിൽ നിന്നും തോമസ് ചാലുപറമ്പിൽ. അമേരിക്കൻ തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ ആര് ജയിക്കും എന്നുള്ളത് പ്രവചനാതീതമാണ്. കാത്തിരുന്ന് കാണാം. ന്യൂയോർക്കിൽ നിന്നും ഷിബു വടക്കേമണ്ണിൽ. ചൊവ്വാഴ്ച നടക്കാൻ പോകുന്ന അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വളരെ വളരെ വാശിയേറിയ ഇഞ്ചോടിഞ്ചുള്ള പോരാട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അമേരിക്കൻ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും വാശിയേറിയ ഒരു മത്സരം നടക്കുന്നത്. ഹാർട്ട്ഫോർഡ്, കണക്റ്റിക്കട്ടിൽ നിന്നും പോത്തൻ കാവുങ്കൽ. ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്ന വോട്ട് ചെയ്യാൻ പോകുന്ന കിങ്സ് ഫിലിപ്പ് മിഡിൽ സ്കൂളിന്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. ഈ വർഷത്തെ അമേരിക്കൻ ഇലക്ഷനെ സംബന്ധിച്ചോളം വളരെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു ഇലക്ഷനാണ്. കാരണം ആദ്യമായിട്ട് ഒരു വനിത മത്സരിക്കുന്ന ഇലക്ഷന്. ഫിലാഡൽഫിയയിൽ നിന്നും ഷാജു മണിമലത്ത്. സിറ്റി ന്യൂസ് റാന്നിയെ പ്രതിനിധീകരിച്ച് താങ്കളോട് ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കാനൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എന്താണ് അമേരിക്കൻ പൊളിറ്റീഷ്യനെ കുറിച്ച് താങ്കൾക്ക് സംസാരിക്കുന്നെങ്കിലും പറയാനുണ്ടോ? ഇപ്പോഴത്തെ കാൻഡിഡേറ്റ്, പ്രസിഡൻഷ്യൽ കാൻഡിഡൻസി ഒരു വനിത ആദ്യമായിട്ടാണ് ലോക ചരിത്രത്തിൽ അമേരിക്ക ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഹില്ലറി ക്ലിന്റൺ മത്സരിക്കുന്നത്. അതുപോലെ തന്നെ എതിർ സ്ഥാനാർത്ഥിയും മത്സരിക്കുന്നു. എന്താണ് താങ്കളുടെ അഭിപ്രായം അവരുടെ രണ്ട് കാൻഡിഡേറ്റിനെ കുറിച്ചുള്ള? സജി കരിങ്കുറ്റി തുടങ്ങിയ സംഘമാണ് തെരഞ്ഞെടുപ്പ് വാർത്തകൾ സിറ്റി ടിവിയിലൂടെ ജനങ്ങളിൽ എത്തിക്കുന്നത്. തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ പങ്കുവയ്ക്കുവാൻ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രം. ശബരിമലയിൽ സ്ത്രീ പ്രവേശനം ആകാമെന്ന് സംസ്ഥാന സർക്കാർ നിലപാട് മാറ്റുന്നത് ശരിയല്ലെന്നും സർക്കാരുകൾ മാറുന്നതിനനുസരിച്ച് നിലപാട് മാറ്റുന്നത് നിയമത്തിനെതിരാണെന്നും ദേവസ്വം ബോർഡ്. ശബരിമലയിൽ പ്രായഭേദമന്യേ സ്ത്രീകളെ പ്രവേശിപ്പിക്കണം എന്ന് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ LDF സർക്കാരിന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതായും UDF സർക്കാരിന്റെ സത്യവാങ്മൂലം പരിഗണിക്കേണ്ടതില്ലെന്നും സംസ്ഥാന സർക്കാർ അറിയിച്ചു. ഇന്ന് കേസ് പരിഗണിച്ചപ്പോഴാണ് സർക്കാർ നിലപാട് സുപ്രീം കോടതിയെ അറിയിച്ചത്. ശബരിമലയിൽ നിലവിലുള്ള ആചാരങ്ങളിൽ മാറ്റം വരുത്തേണ്ടതില്ലെന്നാണ് UDF സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചിരുന്നത്. എന്നാൽ ഇത് തിരുത്തിക്കൊണ്ടാണ് LDF സർക്കാർ പുതിയ നിലപാട് അറിയിച്ചത്. എന്നാൽ സർക്കാരിൽ നിന്നും വിപരീതമായ നിലപാടാണ് ദേവസ്വം ബോർഡ് സ്വീകരിച്ചത്. സർക്കാർ നിലപാട് മാറ്റുന്നത് ശരിയല്ലെന്നും സർക്കാരുകൾ മാറുന്നതിനനുസരിച്ച് നിലപാട് മാറ്റുന്നത് നിയമത്തിനെതിരാണെന്നും ദേവസ്വം ബോർഡ് അറിയിച്ചു. തുടർന്ന് കേസ് പരിഗണിക്കുന്നത് കോടതി 2017 ഫെബ്രുവരി 20 മാറ്റി. ശബരിമല മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തോടനുബന്ധിച്ച് തീർത്ഥാടകർക്ക് സൗകര്യങ്ങൾ ഒരുക്കുന്നതിനായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ദേവസ്വം മന്ത്രിമാരുടെയും ഉന്നത ഉദ്യോഗസ്ഥരുടെയും യോഗം നാളെ നടക്കും. തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിൽ നടക്കുന്ന യോഗം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അധ്യക്ഷത വഹിക്കും. അങ്ങാടി ഗ്രാമപഞ്ചായത്ത് 5-ാം വാർഡ് പള്ളിപ്പടി ചെറുകത്തറ റോഡ് പുനരുദ്ധാരണം ജനശ്രീയുടെ നേതൃത്വത്തിലുള്ള പ്രവർത്തനങ്ങൾ വാർഡ് മെമ്പർ കൊച്ചുമോൾ പൂവത്തൂർ ഉദ്ഘാടനം ചെയ്തു. മാസങ്ങളായി ഈ റോഡ് സഞ്ചാരയോഗ്യം ആയിരുന്നില്ല. നാട്ടുകാരുടെ പരാതികൾക്കും അറുതിയുണ്ടായിരുന്നില്ല. യാതൊന്നും ഫലം കാണാതെ വന്നപ്പോൾ കടവുപുഴ ജനശ്രീ തന്നെ റോഡ് പുനരുദ്ധാരണത്തിനായി മുന്നിട്ടിറങ്ങി. അങ്ങാടി ഗ്രാമപഞ്ചായത്ത് 5-ാം വാർഡ് പള്ളിപ്പടി ചെറുകത്തറ റോഡാണ് ജനശ്രീയുടെ നേതൃത്വത്തിൽ നാട്ടുകാർ പുനരുദ്ധരിച്ചത്. റോഡ് കോൺക്രീറ്റിംഗ് ഉദ്ഘാടനം വാർഡ് മെമ്പർ കൊച്ചുമോൾ പൂവത്തൂർ നിർവഹിച്ചു. ഈ വാർഡിന്റെ ശോചനീയാവസ്ഥ കണ്ട് കടവുഴ ജനശ്രീയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഈ ശ്രമദാനത്തിന് ഏറ്റവും നല്ല അഭിനന്ദനങ്ങൾ നൽകുന്നു. ഇത് ജനങ്ങളുടെ ആവശ്യമാണെന്ന് കണ്ട് അവരിതിനെ മുൻകൈ എടുത്ത് പ്രവർത്തിക്കുന്നതിൽ ഏറ്റവും നല്ല കാര്യമാണ്. ഇതുപോലെ സമൂഹത്തിന് നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ ഇനിയും ഇടയാട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അഡ്വക്കേറ്റ് വിൽസൺ വേണാട്ട്, ജോൺസൺ കണ്ണാടിക്കൽ, കുട്ടച്ചൻ ചെറുകത്ര, AP ഫിലിപ്പ്, റജി പൂവത്തൂർ, അജി ചെറളയിൽ, ജേക്കബ് കുറ്റിയിൽ, ജോർജ് എന്നിവർ സംസാരിച്ചു. ഓവർ വെയിറ്റ് കയറി വലിയ ലോഡ് ഫുൾ ലോഡുമായിട്ട് വന്നു. നാട്ടുകാരിത് ഇവിടെ തടഞ്ഞാണ്. അതുകൂടാതെ ഫുൾ ലോഡുമായിട്ട് വന്നതിന് ശേഷം അത് നടന്നതിന് ശേഷമാണ് ഇത് പൊട്ടിയത്. അതിന് മുമ്പ് ഇതിന് യാതൊരു കുഴപ്പമില്ല. അത് വർഷങ്ങളായിട്ട് ഇത് കോൺക്രീറ്റ് ചെയ്ത് കെട്ടി നല്ലൊരു സഞ്ചാരയോഗ്യമായിരുന്നു. ഇപ്പം പൂർണ്ണമായിട്ട് 3-4 വലിയ വിള്ളൽ വീഴുകയും റോഡിന് പൂർണ്ണമായിട്ടുള്ള പൊട്ടൽ വീഴുകയും ചെയ്ത് അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളിവിടെ ഈ റോഡ് പള്ളിപ്പടി ചെറുകത്തറപ്പടി റോഡിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഈ കണ്ടം ഇങ്ങനെ ഇരുത്തേണ്ടി വന്ന്. ഒരു 2 മഴയൂടെ പെയ്തിരുന്നെങ്കിൽ ഈ റോഡ് ഇവിടെ കാണുകയില്ലായിരുന്നു. ഏതായാലും ഞങ്ങൾ അനേക പരാതികളൊക്കെ നടത്തിയിട്ടും ആരും ശ്രദ്ധിച്ചില്ല. ജനശ്രീ അതിന് മുന്നോട്ട് വരികയും ഈ ഒരു വലിയ ദൗത്യം ഏറ്റെടുത്ത് അത് റിപ്പയർ ചെയ്ത് തരികയും ചെയ്യുന്നതിൽ ഈ നാട്ടുകാർക്ക് അതിയായ സന്തോഷമുണ്ട്. അവരെ അതിന് അഭിനന്ദിക്കുന്നു. നേരിട്ട് 45 കൊല്ലത്തോളമായി ഈ റോഡ് വെട്ടി ഇതുപോലെ ആക്കിയിട്ട്. കഴിഞ്ഞ കാലങ്ങളിൽ അങ്ങാടി പഞ്ചായത്തുകാരാണ് ഇതെല്ലാം ശരിയാക്കി തന്നത്. അതോടൊപ്പം അതിന് വേണ്ട നാട്ടുകാരും അതിന് വേണ്ട സഹകരണം എല്ലാം ചെയ്തു. അതിലുപരിയായിട്ട് ജനശ്രീ എന്ന് പറഞ്ഞ ഒരു സംഘടന, ഒരു പുതിയ സംഘടന, ആ സംഘടന
ഇപ്പോൾ ഈ റോഡിന് വേണ്ടി അവർ പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ്. എവിടെയെങ്കിലും പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പരിഹരിക്കാനായിട്ട് ആ ജനശ്രീയാണ്. ഈ റോഡ് മാത്രമൊന്നല്ല, ഇതുപോലെ പല കാര്യങ്ങളും അവർ ചെയ്യാനായിട്ട് തയ്യാറായിട്ടിരിക്കുന്നവരുടെ ആഭിമുഖ്യത്തിൽ ഈ നല്ലൊരു സംരംഭത്തിന് തുടക്കം കുറിച്ചത് ഞങ്ങളുടെ കടവശ്രീ ആൾക്കാർക്കെല്ലാം ഒരു പ്രചോദനമായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. ചൈതന്യ ആയുർവേദ ആശുപത്രി, പെരുമ്പുഴ, റാന്നി. ആയുർവേദത്തിന്റെ തനിമയും പരിശുദ്ധിയും അന്താരാഷ്ട്ര നിലവാരത്തിൽ ലഭ്യമാകുന്ന റാന്നിയിലെ ഏറ്റവും മികച്ച ആയുർവേദ ചികിത്സാ കേന്ദ്രം. ആധുനിക സൗകര്യങ്ങളുള്ള കിടത്തി ചികിത്സാ വിഭാഗം, പഞ്ചകർമ്മ ചികിത്സാ സൗകര്യം, നടുവേദന, അസ്ഥി തേയ്മാനം, ഡിസ്ക് തേയ്മാനം, സന്ധി രോഗങ്ങൾ, സ്ത്രീ രോഗങ്ങൾ എന്നിവയ്ക്ക് വിദഗ്ധ ചികിത്സ. കോട്ടയ്ക്കൽ ആയുർവേദശാലയുടെയും നാഗാർജുന ആയുർവേദ ഔഷധശാലയുടെയും ഔഷധങ്ങൾ. ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ രേഖ എസ് ദേവി, BAMS, MD. ചൈതന്യ ആയുർവേദ ആശുപത്രി, പെരുമ്പുഴ, റാന്നി. ഫോൺ 9447463103. വാർത്തകൾ തുടരുന്നു. ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് പത്തനംതിട്ട ജില്ലാ അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഹരിത വിദ്യാലയം പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം ഇന്ന് നടന്നു. റാന്നി പുല്ലുപ്രം PC ഹൈസ്കൂളിൽ ജില്ലാ പഞ്ചായത്ത് അംഗം MG കണ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. കേരള സ്റ്റേറ്റ് ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് സംസ്ഥാന അസോസിയേഷനും കൃഷി പൊതുവിദ്യാഭ്യാസ വകുപ്പുകളും ശുചിത്വ മിഷനും സംയുക്തമായി കേരളത്തിൽ സ്കൗട്ട് ഗൈഡ്സ് വിദ്യാലയങ്ങളിൽ ഹരിത വിദ്യാലയം പദ്ധതി നടപ്പാക്കുന്നു. പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം പുല്ലുപ്രം PC ഹൈസ്കൂളിൽ നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മേഴ്സി പണ്ഡിറ്റ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം MG കണ്ണൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മുൻ സംസ്ഥാന കമ്മീഷണർ ഗൈഡ് P കുഞ്ഞന്നാമ പദ്ധതി വിശദീകരണം നടത്തി. അങ്ങാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബാബു പുലാട്ട പദ്ധതി ഉദ്ഘാടനം നിർവഹിച്ചു. എല്ലാവരെയും ഇടപെടുന്നതിനുള്ള ഒരു പരിപാടിയാണ് ഇത്. അത് ഈ CBSE സ്കൂളിലേക്ക് നടത്തപ്പെടുന്നതിൽ ഈ അങ്ങാടി പഞ്ചായത്തിന്റെ പ്രത്യേക സ്നേഹവും അഭിനന്ദനവും ആദ്യമായി അറിയിക്കുന്നു. ഈ സ്കൂളുകൾ മറ്റു സ്കൂളുകളിൽ നിന്ന് ലോകത്ത് നിൽക്കുന്നത് ഇവിടുത്തെ അധ്യാപകരുടെയും മാനേജ്മെന്റിന്റെയും അനാഥകളുടെയും ഒത്തുചേർന്നുള്ള കൂട്ടായ്മയാണ്. മുൻവർഷങ്ങളിൽ ഇവിടെ കൃഷിയും നെൽകൃഷിയും മറ്റൊക്കെ പ്രാധാന്യം ഉള്ള ഒരു സ്കൂളായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഈ അവസരത്തിലൊക്കെ. എന്തിനാണ് ഹരിതകേരളം അല്ലെങ്കിൽ ഹരിത പദ്ധതി എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ന് മാറ്റം കണ്ടിരിക്കുന്ന പരിഷ്കാരങ്ങൾക്കും സംസ്കാരങ്ങൾക്കും മാറ്റം വരുത്തിക്കൊണ്ട് നമ്മുടെ പൂർവ്വകാല സ്മരണയെ നിലനിർത്താൻ വേണ്ടി, അതിനുവേണ്ടി നമ്മുടെ ആരോഗ്യത്തെ നിലനിർത്താൻ വേണ്ടി ഇന്ന് സർക്കാരും എല്ലാവരും കൂടി ഒത്തൊരുമിച്ചുള്ള പരിപാടിയാണ് ഈ ഹരിത പദ്ധതി. യൂണിറ്റുകൾക്കുള്ള പതാക വിതരണ ഉദ്ഘാടനം ഉഷാ ദിവാകരൻ നിർവഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ ശാരിക B സുരേഷ്, സ്കൂൾ ഹെഡ്മിസ്ട്രസ് ഗായത്രി ഇളയത്, സ്കൗട്ട്സ് ജില്ലാ കമ്മീഷണർ തോമസ് എബ്രഹാം, ജില്ലാ ഓർഗനൈസിംഗ് കമ്മീഷണർ ഈപ്പൻ K ഉമ്മൻ, LA സെക്രട്ടറി ജോസ് എബ്രഹാം, മോൻസി മാത്യു തുടങ്ങിയവർ ആശംസ അറിയിച്ചു. കഴിഞ്ഞ വർഷം നമ്മൾ ഹരിതാഭ എന്ന് പറയുന്ന പ്രോജക്റ്റാണ് ചെയ്തിരുന്നത്. ഇതിന് സമ്മാനങ്ങളൊക്കെ ലഭിച്ച് പ്രോജക്ട് റിപ്പോർട്ടൊക്കെ കണ്ടാൽ അത്ഭുതപ്പെട്ടു പോകും. ഞാൻ സ്റ്റേറ്റിൽ നിന്ന് ഒരു ബുക്ക് എടുത്തുകൊണ്ടുവന്ന് നമ്മുടെ സെക്രട്ടറി ആയിരിക്കുന്ന ലാൽ സാറിനെ കാണിക്കുകയുണ്ടായി. സാർ ആദ്യം കണ്ടിട്ട് എന്റെ മുഖത്തേക്കൊന്ന് നോക്കി. കാരണം നമ്മൾ എവിടെ നിൽക്കുന്നു, ഒന്നാം സ്ഥാനം കിട്ടിയ പ്രോജക്ട് എവിടെ നിൽക്കുന്നു. ഞാൻ ഒരക്ഷരവും പറഞ്ഞില്ല. ഞാൻ അത് സാറി ബുക്ക് കൊണ്ട് സ്റ്റഡി എടുത്തിട്ട് തിരിച്ചു തന്നെ എനിക്ക് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഇപ്പോൾ തന്നെ നമ്മുടെ സ്കൂളിലൊക്കെ ചെറിയ തോതിൽ പച്ചക്കറി കൃഷി ഉള്ളതായിട്ട് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് വിപുലപ്പെടുത്താൻ ഈ പദ്ധതിയിലൂടെ കഴിയുമെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ കുട്ടികളിൽ കൃഷിയോടുള്ള ആഭിമുഖ്യം വളർത്താനും അതുവഴി സമൂഹത്തിലേക്ക് ആ ഒരു മെസ്സേജ് എത്തിക്കാനും കഴിയുമെന്നാണ് ഈ പദ്ധതിയുടെ നടത്തിച്ചുകൊണ്ട് വിഭാവനം ചെയ്തിട്ടുള്ളതാണ്. അത് അങ്ങനെ തന്നെ സമൂഹത്തിലേക്ക് ആ ഒരു റാന്നി അങ്ങാടി ഗ്രാമപഞ്ചായത്തിലെ ഗുണഭോക്തൃ ഗ്രാമസഭാ യോഗങ്ങൾ നവംബർ 8 മുതൽ 19 വരെയുള്ള തീയതികളിൽ നടക്കും. 4ാം വാർഡ് ഗ്രാമസഭ നാളെ രാവിലെ 10:30 മുതൽ വലിയകാവ് സ്കൂളിൽ നടക്കും. വാർഡ് മെമ്പർ ദീനാമ സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിക്കും. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ സതീഷ് കുമാർ കോർഡിനേറ്റർ ആയിരിക്കും. 3ാം വാർഡ് ഗ്രാമസഭ നാളെ 3 മണി മുതൽ വാർഡ് മെമ്പർ ഷിബു സാമുവലിന്റെ അധ്യക്ഷതയിൽ മണ്ണാർത്തറ NMLP സ്കൂളിൽ നടക്കും. JHI സരയു ദേവി കോർഡിനേറ്റർ ആയിരിക്കും.
രണ്ടാം വാർഡ് ഗ്രാമസഭ 9-ാം തീയതി രാവിലെ 10 മണി മുതൽ ചിറക്കൽപ്പടി മൃഗാശുപത്രിയിൽ വാർഡ് മെമ്പർ സിനി എബ്രഹാമിന്റെ അധ്യക്ഷതയിൽ നടക്കും. നെല്ലിക്കുമൺ PHCയിൽ നിന്നുള്ള മാത്യു ജൂബി തോമസ് കോർഡിനേറ്ററായിരിക്കും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അധീനതയിലുള്ള മേജർ ചെറുവള്ളി ശ്രീദേവി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ സപ്താഹ യജ്ഞത്തിന് സമാപനമായി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അധീനതയിലുള്ള മേജർ ചെറുവള്ളി ശ്രീദേവി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ സപ്താഹ യജ്ഞത്തിന് സമാപനമായി. ആയിരക്കണക്കിന് ഭക്തരുടെ സാന്നിധ്യത്തിൽ ആറാട്ടോടെയാണ് യജ്ഞ സമാപനമായത്. ചരിത്രപ്രസിദ്ധമായ ക്ഷേത്രമായതിനാലും നിയമപരമായ കാര്യങ്ങൾക്കെല്ലാം ഉദ്ദിഷ്ട ഫലസിദ്ധിക്കായി ഇന്ത്യയാകമാനമുള്ള ജനങ്ങളെത്തുന്ന ജഡ്ജിയമ്മാവൻ കോവിൽ ഉള്ളതിനാലും ദിവസവും നിറഞ്ഞ ഭക്ത സാന്നിധ്യമാണ് ചെറുവള്ളി ക്ഷേത്രത്തിന്റെ പ്രത്യേകത. ചെറുവള്ളി ക്ഷേത്രത്തിന് മുൻഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന വലിയ ക്ഷേത്രകുളത്തിൽ തന്നെയാണ് ആറാട്ട് നടക്കുന്നത്. ഒരു ഇടവേള കൂടി. നിങ്ങൾ ആഗ്രഹിക്കും പോലെ ചിത്രങ്ങൾ മനോഹരമാക്കുവാൻ വിൽസൺ ഡിജിറ്റൽ സ്റ്റുഡിയോ. മോഡലിംഗ് ഫോട്ടോകൾക്ക് ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ ഫോട്ടോഗ്രാഫിക്ക് സമീപിക്കുക വിൽസൺ ഡിജിറ്റൽ സ്റ്റുഡിയോ. കപ്പുകളിൽ ചിത്രങ്ങൾ പ്രിന്റ് ചെയ്യുവാനും വിവിധതരം ഫ്രെയിമുകളിലാക്കാനും ചിത്രങ്ങൾ വിവിധ ടൈലുകളിൽ ആലേഖനം ചെയ്യുവാനും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രങ്ങൾ തനിമ ഒട്ടും മായാതെ കളറാക്കുവാനും വിവിധതരം ലാമിനേഷനുകൾ, മൊമെന്റോ വർക്കുകൾ എന്നിവയ്ക്കും കൃത്യതയാർന്ന സേവനം, ഉയർന്ന ഗുണനിലവാരം, സ്നേഹാദര സൗഹൃദ സമീപനം. വിൽസൺ ഡിജിറ്റൽ സ്റ്റുഡിയോ. വീഡിയോഗ്രാഫിയിൽ ആധുനികതയിൽ നിന്നും ആധുനികതയിലേക്ക് കുതിക്കുന്ന വിൽസൺ വീഡിയോഗ്രാഫിയുടെ ഹൈടെക് വെഡിംഗ് വർക്കുകൾ ലൈവ് ടെലികാസ്റ്റിംഗ് രംഗത്തും മികച്ച സേവനം ഉറപ്പു നൽകുന്നു. വിൽസൺ ഡിജിറ്റൽ സ്റ്റുഡിയോ, വലിയ പാലത്തിന് സമീപം, റാന്നി. വാർത്തകൾ തുടരുന്നു. ഇന്ന് നാഗമരത്തെ പരിചയപ്പെടാം. ഉഷ്ണമേഖലാ മഴക്കാടുകളിൽ കാണപ്പെടുന്ന നാഗലിംഗം അഥവാ കൈലാസപതി എന്നറിയപ്പെടുന്ന വൃക്ഷമാണ് നാം നാഗമരം എന്ന് പറയുന്നത്. കൈലാസപതി, നാഗലിംഗം എന്നീ പേരുകളുള്ള നാഗമരം ഉഷ്ണമേഖലാ മഴക്കാടുകളിലാണ് സുലഭമായി കാണുന്നതെങ്കിലും കേരളത്തിൽ അവിടവിടങ്ങളിൽ ചില ക്ഷേത്രമുറ്റങ്ങളിലും ഒക്കെ വളരെ വിരളമായി കാണപ്പെടുന്നുണ്ട്. ഒരു അലങ്കാര വൃക്ഷമായി ഈ നാഗമരത്തെ വിശേഷിപ്പിക്കാറുണ്ട്. കാരണം ഇല പൊഴിച്ച് തടികളിൽ കായും പൂവും മാത്രമായി ഭീമാകാരനായ ഫ്ലവർ വേസ് പോലെ നാഗമരം ചിലപ്പോൾ കാണപ്പെടും എന്നത് തന്നെ. 35 മീറ്റർ വരെ ഉയരത്തിൽ വളരാറുള്ള നാഗലിംഗത്തിന്റെ ഇലകൾ ഒത്തുചേർന്ന് പല നീളത്തിൽ കാണാറുണ്ട്. സാധാരണ 8 മുതൽ 31 സെന്റിമീറ്റർ വരെ നീളമുള്ള ഇലകൾ 57 സെന്റിമീറ്റർ വരെ നീളത്തിൽ എത്താറുമുണ്ട്. 80 സെന്റിമീറ്റർ വരെ നീളമുള്ള കുലകളിൽ സാധാരണയായി പൂക്കൾ ഉണ്ടാകുന്നു. ചില മരങ്ങളിൽ ധാരാളം പൂക്കൾ നിറഞ്ഞ് മരം മുഴുവൻ പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന കാഴ്ച കാണാൻ തന്നെ മനോഹരമാണ്. ഒരു ദിവസം ഒരു മരത്തിൽ 1000 പൂക്കൾ വരെ ഉണ്ടാകും. പൂക്കൾക്ക് വളരെ സുഗന്ധവുമുണ്ട്. 6 സെന്റിമീറ്റർ വ്യാസത്തിൽ 6 ഇതളുകളുള്ള വലിയ പൂക്കൾ റോസ് നിറത്തിന്റെ വിവിധ കടുപ്പത്തിൽ, പൂവിന്റെ അഗ്രത്തിൽ മഞ്ഞ നിറവും കാണാം. പൂക്കളിലെ തേൻ നുകരാൻ എപ്പോഴും തേനീച്ചകളുടെ സാന്നിധ്യവും കാണാം. വലിയ കായ്കളാണ് നാഗമരത്തിനുള്ളത്. കായ്കൾ എല്ലാ പക്ഷികൾക്കും ആഹാരമാണ്. പന്നികൾക്കും നായ്ക്കൾക്കും രോഗങ്ങൾക്ക് ഔഷധമാക്കാറുമുണ്ട്. മനുഷ്യർക്ക് ഭക്ഷ്യയോഗ്യമെങ്കിലും കായുടെ പ്രത്യേക മണം മൂലം ആരും ഭക്ഷിക്കാറില്ല. കേരളത്തിൽ ശിവക്ഷേത്രങ്ങളിലാണ് ഭംഗിയാർന്ന നാഗമരം സംരക്ഷിച്ചു വരുന്നത്. നാഷണൽ ബയോഗ്യാസ് മാനുവർ മാനേജ്മെന്റ് പദ്ധതിയുടെ ഭാഗമായി അനർട്ട് ബയോഗ്യാസ് പ്ലാന്റുകൾ സ്ഥാപിച്ചു നൽകുന്നു. ജനറൽ വിഭാഗത്തിലെ ഗുണഭോക്താക്കൾക്ക് 1000-ഉം പട്ടികജാതി വിഭാഗത്തിലുള്ളവർക്ക് 100-ഉം ബയോഗ്യാസ് പ്ലാന്റുകളാണ് നൽകുക. 2 മുതൽ 6 ക്യൂബിക് മീറ്റർ വരെ ശേഷിയുള്ള ദീനബന്ധു KPIC മാതൃകയിലുള്ളതാണ് പ്ലാന്റുകൾ. പ്രതിദിനം 10 കിലോയിൽ കൂടുതൽ ജൈവമാലിന്യമുള്ള വീടുകളിലും സ്ഥാപനങ്ങളിലും പ്ലാന്റുകൾ സ്ഥാപിക്കാം. അനർട്ടിന്റെ മുൻകൂർ അനുമതിയോടെ സ്ഥാപിക്കുന്ന പ്ലാന്റുകൾക്ക് ജനറൽ വിഭാഗത്തിൽ 9,000 രൂപയും പട്ടികജാതി വിഭാഗത്തിലുള്ളവർക്ക് 11,000 രൂപയും സബ്സിഡി ലഭിക്കും. കക്കൂസുമായി ബന്ധിപ്പിക്കുന്ന പ്ലാന്റുകൾക്ക് 1,200 രൂപ അധിക സബ്സിഡി ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് അനർട്ടിന്റെ ജില്ലാ ഓഫീസുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 0468 22 24 096. ഇന്ത്യൻ വായുസേനയുടെ ഗരുഡ കമാൻഡോ വിഭാഗത്തിലേക്ക് 21 മുതൽ 25 വരെ കൊച്ചിയിൽ റിക്രൂട്ട്മെന്റ് റാലി നടത്തുന്നു. മൊത്തത്തിൽ 50%-വും ഇംഗ്ലീഷിന് പ്രത്യേകമായി 50%-വും മാർക്ക് നേടി +2 പാസ്സായവർക്ക് പങ്കെടുക്കാം. 1997 ജനുവരി 8-നും 2016 ജൂൺ 28-നും ഇടയിൽ ജനിച്ചവരായിരിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ലിങ്ക് പരിശോധിക്കുക: airmanselection.gov.in. പ്രധാന വാർത്തകൾ വീണ്ടും. അഭിഭാഷകരും മാധ്യമപ്രവർത്തകരും തമ്മിലുണ്ടായ തർക്കത്തെ തുടർന്ന് അടച്ച ഹൈക്കോടതിയിലെ മീഡിയ റൂം തുറന്നാൽ പ്രശ്നങ്ങൾ രൂക്ഷമാകുമെന്ന് ഹൈക്കോടതി രജിസ്ട്രാർ സുപ്രീം കോടതിയെ അറിയിച്ചു.
ശബരിമലയിൽ സ്ത്രീ പ്രവേശനം ആകാമെന്ന് സംസ്ഥാന സർക്കാർ. സർക്കാർ നിലപാട് മാറ്റുന്നത് ശരിയല്ലെന്നും സർക്കാരുകൾ മാറുന്നതിനനുസരിച്ച് നിലപാട് മാറ്റുന്നത് നിയമത്തിനെതിരാണെന്നും ദേവസ്വം ബോർഡ്. ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് പത്തനംതിട്ട ജില്ലാ അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഹരിത വിദ്യാലയം പദ്ധതിയുടെ ഉദ്ഘാടനം റാന്നി PC ഹൈസ്കൂളിൽ നടന്നു. അങ്ങാടി ഗ്രാമപഞ്ചായത്ത് 5-ാം വാർഡ് പള്ളിപ്പടി ചെറുകത്തറ റോഡ് ജനശ്രീയുടെ നേതൃത്വത്തിൽ പുനരുദ്ധരിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.